ശബരിമലയിലെ ഈ സ്വർണം അത് അറ്റകുറ്റപ്പണി എന്ന പേരിൽ ഇദ്ദേഹം വിശ്വാസവഞ്ചന ചെയ്ത് നിയമപരമായ ഉത്തരവുകളും നടപടിക്രമങ്ങളും പാലിക്കാതെ ഹൈക്കോടതി അടക്കമുള്ള ഉത്തരവുകൾ ലംഘിച്ചുകൊണ്ട് അദ്ദേഹം അത് കൈക്കലാക്കി ബാംഗ്ലൂരിലും ഹൈദരാബാദിലും തുടർന്ന് ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിലും എത്തിച്ചു. മാത്രമല്ല 394.900 ഗ്രാം സ്വർണം മാത്രം പൂശിയ ശേഷം ബാക്കി സ്വർണം തട്ടിയെടുത്തു അത് കൈക്കലാക്കി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കാര്യമായിട്ടുള്ള നഷ്ടം വരുത്തി. മാത്രമല്ല ഈ ദ്വാരപാലക ശില്പപാളികളും തകിടുകളും ചെന്നൈയിലും ബാംഗ്ലൂരും കേരളത്തിലുള്ള പല വീടുകളിലും ക്ഷേത്രങ്ങളിലും യാതൊരു സുരക്ഷയുമില്ലാതെ എത്തിച്ച് പൂജ നടത്തിയത് ദേവസ്വം പ്രോട്ടോകോളിന് ദേവസ്വം മാനുവൽ ലംഘനമാണ് എന്നുള്ള കുറ്റം അതാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ചെയ്തത് എന്നുള്ള കാര്യം SITയുടെ അറസ്റ്റ് മെമ്മോയിൽ ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ കുറ്റകൃത്യത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെട്ടിട്ടുള്ള അന്വേഷണത്തിൽ വെളിവായിട്ടുണ്ടെന്നും മാത്രവുമല്ല ഇത് ദുരുപയോഗപ്പെടുത്തി കൈവശപ്പെടുത്തിയ സ്വർണം വീണ്ടെടുക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ആചാരലംഘനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അക്കാര്യത്തിൽ അദ്ദേഹത്തിന് നിയമ നടപടികൾ നേരിടണം. അദ്ദേഹത്തിന്റെ കൂട്ടുപ്രതികളുടെ പങ്ക് വ്യക്തമാകണം. തെളിവുകൾ നശിപ്പിക്കാതെ അത് തടയണം എന്നടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ അറസ്റ്റ് മെമ്മോ അല്ലെങ്കിൽ പെറ്റീഷൻ മെമ്മോ ഇപ്പോൾ കോടതി ഈ SIT സംഘം അദ്ദേഹത്തിന് ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. ഈ SITയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രേഖയെ കൂടി നമുക്കിതിനെ കാണാൻ കഴിയും. അതായത് ഇതിനകത്ത് ചുമത്തിയിരിക്കുന്ന വകുപ്പുകൾ അതിൽ ഏറ്റവും പ്രധാനം 406 അത് ക്രിമിനൽ വിശ്വാസലംഘനത്തിനുള്ള ശിക്ഷയാണ് ഈ വകുപ്പിൽ പറയുന്നത്. 403 ഉണ്ട്. അതായത് സ്വത്തുക്കൾ അത് വിശ്വാസവഞ്ചന നടത്തി തട്ടിയെടുക്കുകയും ദുരുപയോഗം ചെയ്യുകയും ചെയ്യുന്ന വകുപ്പ്. പിന്നീടുള്ളത് വകുപ്പ് 409 ഇത് ഈ വിശ്വാസലംഘനങ്ങൾ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട വകുപ്പാണ്. അത് മാത്രമല്ല ഈ വ്യാജരേഖ അതിൽ വ്യാജമായ ഇലക്ട്രോണിക് രേഖകളോ അതല്ലെങ്കിൽ മറ്റു രേഖകളോ ഉണ്ടാക്കി അത് ഔദ്യോഗിക രേഖയാക്കി അത് വിശ്വാസവഞ്ചന നടത്തുന്ന എന്നുള്ള കുറ്റം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല സ്വത്ത് തട്ടിയെടുക്കൽ കുറ്റം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ വളരെ ഗുരുതരമായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട വിശ്വാസലംഘനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുന്ന വളരെ പ്രധാനപ്പെട്ട വകുപ്പുകൾ ചുമത്തിയിട്ടാണ് ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ കേസെടുത്തിട്ടുള്ളതും ഉണ്ണികൃഷ്ണൻ പോറ്റി അറസ്റ്റ് ചെയ്തിട്ടുള്ളതും കോടതിയിൽ ഹാജരാക്കിയിട്ടുള്ളതും ഉള്ള കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. ഏതായാലും ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ റിമാൻഡ് റിപ്പോർട്ട് ഉൾപ്പെടെയുള്ള കൂടുതൽ വിവരങ്ങൾ അല്പസമയത്തുള്ളിൽ പുറത്തുവരും. വളരെ നിർണായകമായിട്ടുള്ള അതായത് SIT കേസിന്റെ അന്വേഷണം ഏറ്റെടുത്തതിന് ശേഷം പുറത്തേക്ക് വരുന്ന ആദ്യ രേഖ എന്ന പ്രത്യേകത കൂടി ഇതിനകത്തുണ്ട്. ഇതിനകത്ത് കൃത്യമായി തന്നെ പറയുന്നുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിലെ സ്വത്തുക്കൾ തട്ടിയെടുക്കണമെന്നുള്ള ദുരുദ്ദേശത്തോടുകൂടി സ്വത്തുക്കൾ തട്ടിയെടുക്കാൻ ഇതിന്റെ നവീകരണ പ്രവർത്തനം വാഗ്ദാനം ചെയ്തു. അതിനുശേഷം ഇത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ബാംഗ്ലൂർ, ഹൈദരാബാദ്, ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് ഇവിടെ അടക്കം എത്തിച്ചു. ഇവിടെ നിന്ന് സ്വർണം തട്ടിയെടുത്തു. ആ സ്വർണം എവിടെയെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. മാത്രവുമല്ല ആചാരലംഘനം അടക്കമുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുമ്പോൾ കേരളത്തിന് പുറത്തുള്ള മറ്റു സംസ്ഥാനങ്ങളിലും പല സ്ഥലത്ത് ഇത് പ്രദർശനത്തിന് വെച്ചു. അത് ദേവസ്വം മാനുവലിന്റെ ലംഘനമാണ്, ദേവസ്വം പ്രോട്ടോകോളിന്റെ ലംഘനമാണ്. അത്തരത്തിലുള്ള ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ ഇയാളുടെ ഭാഗത്തു നിന്നുണ്ടായെന്ന് വെളിവായിട്ടുണ്ടെന്നും ആചാരലംഘനം അടക്കമുള്ള കാര്യങ്ങൾക്ക് തുടർ നടപടി സ്വീകരിക്കണം, ഇത് വീണ്ടെടുക്കണം. മാത്രവുമല്ല ഇയാളുടെ കൂട്ടുപ്രതികളെ അടക്കം ചോദ്യം ചെയ്യണം, കണ്ടെത്തണം. ഈ കുറ്റത്തിൽ ഉൾപ്പെട്ടുള്ള ഇയാളുടെ മറ്റു കൂട്ടുപ്രതികളടക്കം കണ്ടെത്തണം എന്നുള്ള കാര്യം അതുകൂടി വ്യക്തമാക്കിക്കൊണ്ടാണ് ഇപ്പോൾ ഈ അറസ്റ്റ് മെമ്മോ ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. ഈ അറസ്റ്റ് മെമ്മോയുടെ അടിസ്ഥാനത്തിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയിട്ടുള്ളത്. അല്പസമയത്തിനുള്ളിൽ കോടതി 13 ദിവസത്തേക്ക് കസ്റ്റഡിയിലിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി പുറത്തേക്ക് കൊണ്ടുവരും. അദ്ദേഹത്തെ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയതിനു ശേഷം ആദ്യ തെളിവെടുപ്പ് നടപടികൾ ഉണ്ടാകും. ഒരുപക്ഷേ ബാംഗ്ലൂരായിരിക്കും